എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്രീം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കുറച്ച് ബാച്ചസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രീമാണ്. 100% നാച്ചുറലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് ചോറാണ്. അല്പം ഇത്തിരി അധികം വേവിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം ഇതിനകത്തുള്ള എക്സ്ട്രാക്റ്റ് ഫുള്ള് ഒറ്റ തരി പോലും ഇല്ലാണ്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ചോറിനകത്തുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ന്യൂട്രിയൻസൊക്കെ ഒത്തിരി ഉള്ളതാണ്. ഇതിൽ മെയിനായിട്ട് വൈറ്റമിൻ ബി ആണുള്ളത്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനും പിന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ക്രീം ഫോക്കസ് ചെയ്യുന്നത്. ഓൾസോ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ യൂസ് ചെയ്യണം കേട്ടോ, അതൊന്ന് ഫെയ്ഡായി പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോറ് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിൽ കുഞ്ഞു കട്ടകളുണ്ടാവുമല്ലോ, ഈ കട്ടയൊന്നും നമുക്ക് ക്രീമിനകത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ക്രീം മാത്രമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ടാണ് ഈ ആക്രമം മുഴുവൻ കാണിക്കുന്നത്, അത് കാരണമാണ് പോസ് ചെയ്ത് ഈ വീഡിയോ ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ആ സ്റ്റാർച്ച് മുഴുവനായിട്ട് എടുക്കാം. നന്നായിട്ട് ക്രീം കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ വരുന്നത്. ഇതേപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും കിട്ടും. നല്ല ക്രീമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടി തന്നെ യൂസ് ചെയ്യാം. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. എൻ്റെ കയ്യിൽ അത്ര നൈസായിട്ടുള്ള അരിപ്പൊടി ഇല്ല. പകരം ഞാനിടുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണ ഒന്നാണ്. അപ്പോൾ ഞാൻ ആകെ 1 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി ബ്ലെൻഡ് ചെയ്യണം. പിന്നെ ഇതിനകത്തേക്ക് ഞാനിടുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിഞ്ഞ് നിൽക്കാണ്ടിരിക്കാൻ. നിങ്ങൾക്കറിയാലോ ഈ പശ പോലെ വർക്ക് ചെയ്യണ ഒന്നാണെന്ന്. അപ്പോൾ അത്ര നന്നായി വലിഞ്ഞ് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ശരിക്കൊരു ക്രീം കളറായിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടിയാണെങ്കിൽ ഇത് കറക്റ്റ് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കത് കഴുകി കളയാം. നല്ല ഗ്ലോ കിട്ടും. നല്ല സൂപ്പറായിരിക്കും നമ്മുടെ സ്കിന്ന്. നല്ല അടിപൊളിയാണ്. നമുക്കിത് കുറച്ചായിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. കാരണം നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയല്ലേ, അല്ലാണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങുകയൊന്നും വേണ്ടല്ലോ. അപ്പോൾ 100% റിസൾട്ട് തരുന്ന നല്ലൊരു ക്രീമാണ്. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമിനെക്കാട്ടിയൊക്കെ സൂപ്പറാണ്. നമുക്ക് എളുപ്പമാണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും ചോറ് വയ്ക്കുന്നതല്ലേ. അപ്പോൾ ഒരു പിടി ചോറെടുത്ത് മാറ്റി നമുക്കിങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ സ്കിൻ നല്ല സപ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിലൊരു 10 ദിവസം വരെ ഒരു പ്രശ്നമില്ലാണ്ടിരിക്കും. നല്ലൊരു റിസൾട്ട് തരുന്ന നല്ലൊരു ഹോം മെയ്ഡ് ക്രീമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്താ റിസൾട്ട് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.